ഭരണ തുടർച്ച വേണ്ടെന്ന നിലപാടെടുത്തതിന് പിന്നാലെ ഇതാ കെ സച്ചിദാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. സച്ചിദാനന്ദന്റെ വടൂക്കരയിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിൽ നടക്കാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പല്ല ഉദ്ദേശിച്ചതെന്ന് കെ സച്ചിദാനന്ദൻ പറഞ്ഞു എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KV അബ്ദുൽ ഖാദർ മാധ്യമങ്ങളോട് പറഞ്ഞത്. വിവാദം അടഞ്ഞ അധ്യായമാണെന്ന് കൂടി അദ്ദേഹം പ്രതികരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനമായിരുന്നില്ല അത്. വിശാലാർത്ഥത്തിൽ ഏകാധിപത്യത്തെയും ജനാധിപത്യത്തെയും സംബന്ധിച്ചുള്ള ഒരു പൊതു സംജ്ഞയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. മറ്റൊരു മുന്നണി അധികാരത്തിൽ വരണം എന്ന ഒരർത്ഥത്തിൽ താൻ ഉദ്ദേശിച്ചിട്ടേയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. തീർച്ചയായും അദ്ദേഹത്തിന് സ്വതന്ത്രമായ അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ട്, പറയാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. മാധ്യമ വാർത്തകൾ താൻ ഉദ്ദേശിക്കാത്തൊരു തലത്തിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ അതിനെതിരായിട്ടുള്ള വിമർശനത്തിന് പ്രസക്തിയില്ലല്ലോ. വിവാദം അടഞ്ഞ അധ്യായമാകും, അതാണ് ചോദ്യം. ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജെയ്സൺ, ഇതിപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞത് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല എന്ന് CPM ജില്ലാ സെക്രട്ടറി പറയുകയാണ്. തുടർച്ച എന്ന നിലയ്ക്ക് ഇന്ന് രാവിലെയും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അതിഗൗരവമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിരൂക്ഷമായി തന്നെ വിമർശിക്കുന്നവരെ പരിഹസിക്കുകയും ചെയ്തതോടെയാണ് CPM കൈവിട്ടു പോകുമെന്നൊരാശങ്ക CPM-നുണ്ടാകുന്നത്. CPM സംസ്ഥാന നേതൃത്വം ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദറിനെ ബന്ധപ്പെടുന്നു. പിന്നീട് അബ്ദുൽ ഖാദർ എന്ന ഉച്ചയോടുകൂടി വടൂക്കരയിലുള്ള സച്ചിദാനന്ദന്റെ വീട്ടിലേക്ക് എത്തുന്നു. സച്ചിദാനന്ദനുമായി സംസാരിക്കുന്നു. അതിനുശേഷം താൽക്കാലികമായിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു CPM-ന്റേത്. അത് താൽക്കാലികമായി തന്നെ പരിഹരിക്കപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സച്ചിദാനന്ദനിൽ നിന്ന് തുടർന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാവില്ല എന്ന ഉറപ്പ് ജില്ലാ സെക്രട്ടറി വാങ്ങിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇനി സച്ചിദാനന്ദൻ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കില്ല എന്ന് വേണം നമുക്ക് കരുതാം. പക്ഷേ സച്ചിദാനന്ദൻ തുറന്നുവിട്ട ആ ഭൂതം അത് ഈ സമൂഹത്തിൽ പൊതു ഇടങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പണ്ട് MN വിജയൻ പറഞ്ഞ പോലെ ചോദിച്ച കുട്ടിയെ നിങ്ങൾ പുറത്താക്കാം, പക്ഷേ ആ ചോദ്യം അവിടെ അവശേഷിക്കുമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവിടെ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കാം എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഉന്നയിച്ചത് ഇടതുപക്ഷം പിന്നെ തിരുത്തലിനും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് വരുന്നതിന് വേണ്ടി ഒരു പ്രതിപക്ഷത്തിരിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ഒരു തുടർഭരണം വേണ്ട എന്നതാണ് അദ്ദേഹം ശക്തമായി പറഞ്ഞത്. അതോടൊപ്പം തന്നെ പിണറായി വിജയനെ വ്യക്തമായ രീതിയിൽ വിമർശിക്കുന്ന സ്ഥിതിയുണ്ടായി. ഭൂരിപക്ഷ സമുദായ പ്രീണനം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതല്ല, പൊതു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് എന്നതാണ്. പക്ഷേ അതിനുശേഷമൊന്നും സച്ചിദാനന്ദൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഇതിനിടയിൽ ഇത്തരം ഒരു ചർച്ച അത് ഭരണത്തിൽ അല്ലെങ്കിൽ LDF-ന് ഒരു രീതിയിലും ഗുണം ചെയ്യില്ല എന്ന തിരിച്ചറിവാണ് പെട്ടെന്ന് തന്നെ അത് പ്രശ്നപരിഹാരത്തിലേക്ക് പോകാൻ ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെ, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. അതിന്റെ തുടർച്ചയായിരുന്നു ഇന്ന് കണ്ടതും. വിനീത. ശരി, ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. MN വിജയന്റെ കോട്ട് തന്നെയാണ് ജെയ്സൺ പറഞ്ഞതുപോലെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചോദ്യം ചോദിച്ച കുട്ടിയെ നിങ്ങൾക്ക് പുറത്താക്കാം, പക്ഷേ ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ അവശേഷിക്കുക തന്നെയാണ്. അതുകൊണ്ട് സച്ചിദാനന്ദൻ ഒരു പക്ഷേ തുടർ പ്രതികരണങ്ങളൊന്നും നടത്തിയേക്കില്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് അവിടെ തന്നെ ഉണ്ട് എന്നതാണ്.